ഇന്ന് നമ്മൾ ഈ ഒരു പള്ളിക്കകത്ത് കുറച്ച് വർക്കുകളുണ്ട്. നമുക്ക് ജിപ്സം ബോർഡിൽ തേക്കിൻ്റെ കളർ കൊടുക്കാനുണ്ട്, അതുപോലെ ഡോറിനെ ടൈൽസിൻ്റെ കളറിലോട്ട് മാച്ച് ചെയ്യിക്കാനുണ്ട്. അപ്പോൾ ഈ ജിപ്സം ബോർഡിലാണ് തേക്കിൻ്റെ കളർ കൊടുക്കുന്നത്. അവിടെ തേക്കിൻ്റെ പാനലുള്ളതുകൊണ്ട് ഇവിടെ ടൈൽസ് ആയതുകൊണ്ട് ടൈൽസിനോട് മാച്ച് ആക്കിയിട്ട്, അപ്പോൾ ടൈൽസിനൊക്കെ മാച്ച് ആക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ടൈലിൻ്റെ ബേസ് കളർ നോക്കിയിട്ട് ആ കളർ തന്നെ മിക്സ് ചെയ്തിട്ട് അടിക്കണം. പിന്നെ അതിൽ വരയ്ക്കുന്ന കളറും അതുപോലെ തന്നെയാണ്. കാരണം ഈ ഒരു ടൈലിലുള്ള ഗ്രെയിൻസിൻ്റെ കളർ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ടീക്കിൽ റെഡും ബ്രൗണും മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ടീക്കിനെ തന്നെ കുറച്ച് ഡാർക്കാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന് ബേസ് അടിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ടീക്കിൽ വൈറ്റ് ചേർത്തിട്ട് നല്ലപോലെ ലൈറ്റ് ആക്കിയിട്ട് ആ ടൈലിൻ്റെ ബേസ് കളറിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് കളർ മാച്ചിങ് ആക്കിയിട്ട് ഏറെക്കുറെയൊക്കെ അങ്ങ് വരച്ച് ഒപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പക്കയായിട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമൊന്നുമല്ല. കാരണം ടൈലെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്, ഡോറ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടേതായ ഒരു ദിവസം കൊണ്ടുള്ള വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം വ്യാഴാഴ്ച വർക്ക് ചെയ്തു, അന്ന് രാത്രി തന്നെ വർക്ക് അവസാനിപ്പിക്കണം. കാരണം വെള്ളിയാഴ്ച അവിടെ നിസ്കാരവും കാര്യമൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പണിയാനായിട്ട് പറ്റില്ല. ഇവിടെ CNCയിൽ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ CNC വർക്ക് ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും ഇതിനകത്ത് പുട്ടിയൊക്കെ വെക്കണമെന്ന്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം അതൊക്കെ ഒരുപാട് വർക്ക് വരുന്ന കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ CNC നമ്മൾ അടിച്ചിരിക്കുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ടാണ് പെയിൻറ്റ് അടിക്കലും വരയ്ക്കലും ഒക്കെ ചെയ്തിരിക്കുന്നത്. കാരണം NC പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് വേണ്ട. ആ അടിച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ അത് വലിഞ്ഞു തുടങ്ങും. ഒരു മിനിറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞാൽ തന്നെ അത് ഉണങ്ങിയിട്ടുണ്ടാവും. നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. അതാണ് NC പെയിൻറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. കനം കുറച്ചിട്ടാണ് അടിച്ചിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. നമ്മൾ ഒരു 3-4 കോട്ടൊക്കെ അടിച്ച് തിക്കൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങാനായിട്ട് 5 മിനിറ്റ് എടുത്തു വരും. പക്ഷേ എന്നാലും NC പെയിൻറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള വർക്കുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൽ നമ്മൾ ഗ്രെയിൻസ് കൊടുക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് ലൈൻസുകൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ചില ആളുകൾ ചിലപ്പോൾ ഡാർക്കായിട്ടുള്ള കമ്പുകളൊക്കെ വരച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കും ഇതിൽ വരയ്ക്കാൻ പറയുമ്പോൾ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെറ്ററുകളിലോട്ടൊക്കെയുള്ള നമ്മുടെ ആ നോക്കുന്ന സമയത്തുള്ള ഒരു എഫക്റ്റ് കിട്ടാതാവും. കാരണം അവിടെ ഡാർക്ക് കളറൊക്കെ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും അതൊരു ചെറിയ ലൈൻസൊക്കെ കൊടുത്ത് വിനീർ പോലെയോ മൈക്ക് പോലെയൊക്കെ ആക്കി എടുക്കുന്നതാണ് നമുക്കെപ്പോഴും നല്ലത്, നമ്മുടെ വർക്ക് പെട്ടെന്ന് തീരാനും നല്ലത്. അപ്പോൾ ഈ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഉസ്താദിനും അതുപോലെ തന്നെ കമ്മിറ്റിക്കാർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ ചായയൊക്കെ ഉണ്ടാക്കി തന്നു അവിടുന്ന് രാത്രിയാകുമ്പോൾ. നേരം വൈകി നമ്മൾ വർക്കൊക്കെ കഴിയുന്ന സമയത്ത് 8 മണിയൊക്കെ ആവാറായി.